حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. الله سبحانه وتعالى വിധി നിഷേധത്തോ ഹയാത്ര എല്ലാ സന്ദർഭത്തില് പാലനാക്കിയിട്ട് സൂക്ഷിച്ചിട്ട് ജീവൻ എടുക്കുന്നു ചിത്ത് സ്വത്തൊട്ടിയും നിങ്ങൾ ഓരോരുത്തരൊട്ടിയും ഞാൻ വസിയത്താക്കിയിട്ടുള്ള ഉപദേശിച്ചിട്ടുള്ള റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ യഥാർത്ഥമായിട്ട് പേടിച്ച് ജീവിക്കുന്ന മുത്തഖിമാരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾ ഓരോരുത്തരുമാക്കിയിട്ട് അനുഗ്രഹിക്കട്ടെ. ആമീൻ. ക്രിസ്തു സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൗരവത്തിൽ ഞങ്ങൾക്ക് ചേർത്തത്ര 5 ടൈമറോ നിർബന്ധമായോ നിസ്കാരത്തെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നുണ്ടെങ്കിൽ ഖുർആനിൽ ജന്മജാതത്തിൽ അല്ലാഹു നമുക്ക് ചെന്നതെത്തിക്ക് വഖീമുസ് സ്വലാ വആതുസ് സകാ നിങ്ങൾ നിസ്കാരത്തോ നിലനിപ്പാട്ടുന്നവരും നിസ്കരിക്കുന്നവരും ചെന്നതെത്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖുർആനിൽ പഠിപ്പാട്ട്. അതേപോലെ 5 ടൈമറോ നിസ്കാരത്തോ ആ ടൈമറോ വക്ത് നിങ്ങൾ പാലനാക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു തന്റെ ഉപദേശ ഇന്ന സ്വലാത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ. നിശ്ചയമായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ചെല്ല മുഅ്മിൻമാരുടെ മേലെ നിർബന്ധമായോ അല്ലെങ്കിൽ ടൈം നിർബന്ധമായോ കർമ്മത്തെ വിഷയത്തിൽ ആ ടൈമർ നിങ്ങൾ ഫോളോ ആക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെല്ലത്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൊട്ടിಗೆ വരാമത്തിനെതിരെ അലിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അന്ന റജുലൻ സഅല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുൽ അഅമാലി അഫ്ദൽ. നബിയെ ഏറ്റവും ശ്രേഷ്ഠമായ അമലേത് നബിയെ? നബി റൊട്ടിಗೆ ഒരു സഹാബി വന്ന് കേൾക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ ആ ഹദീസിലോ വേറെ റിപ്പോർട്ടിലും നമുക്ക് കാണാൻ സാധ്യതയുണ്ട് അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലേത് നബിയെ? ചെന്ത് നബി റൊട്ടി കേൾക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ല് അസ്സലാ ലിവഖ്തിഹാ
ചെല്ലത് അത് അവ്വൽ വക്തിൽ തിക്ർ നിസ്കരിക്കലായത് ചെത്തെ തിക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പടിപാട്ട്. അവ നോക്കൂ സഹോദരന്മാരെ, നിസ്കാരത്തെ വിഷയത്തിൽ നമ്മൾ ചെന്ന ജാഗ്രത ആക്കുന്നു. അതേപോലെ നിസ്കാരത്തോ നിസ്കരിച്ചുണ്ടായെങ്കിൽ ഇല്ല നിസ്കാരത്തോ ശ്രേഷ്ഠത വിഷയത്തില് ചെന്ന ഹദീസിലെല്ലാം നമുക്ക് കാണാൻ സാധ്യമാവും. നിസ്കാര ചെല്ലത് നോക്കൂ ഖിയാമത്ത് നാളിലുണ്ട് അതൊരു പ്രകാശമായി തിരിച്ചെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി മൻ ഹാഫദ അലൈഹാ കാനത് ലഹു നൂറൻ വ ബുർഹാൻ വ ബുർഹാനൻ വ നജാതൻ യൗമൽ ഖിയാമ. ആരൊരാൾ നിസ്കാരത്തെ വിഷയത്തിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ഇതാ നാളെ ഖിയാമത്ത് നാളിലുണ്ട് അവർക്ക് ബുർഹാനായി തിക്ര്, അവർക്ക് നജാതായി തിക്ര്, അവർക്ക് നൂറായി തിക്ര് ചെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പടിപാട്ട്. അപ്പൊ ഈ ദുനിയാവിൽ നമ്മൾ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ നാളെ ഖിയാമത്ത് നാളിലുണ്ട് നിസ്കാര ചെല്ലത് അതൊരു ലൈറ്റ് ആയി തിക്ര്, അതൊരു വിജ്ഞാവുള്ള മാർഗം ആയി തിക്ര്, അതൊരു എവിഡൻസ് ആയി തിക്ര് ചെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു. അതേപോലെ നോക്കൂ സഹോദരന്മാരെ, നിസ്കാരത്തെ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതാ ജന്നാത്തുൽ ഫിർദൗസിൽ വാരിസുദാറാവുടനങ്ങ. സത്യവിശ്വാസിമാരുടെ വിഷയത്തിൽ അല്ലാഹു ഖുർആനിൽ ചൊല്ല ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. ഇതാ സത്യവിശ്വാസിമാർ വിജയിച്ചാര്. എങ്ങനത്തെ സത്യവിശ്വാസിമാര്? അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ഇതാ ആങ്ങളുടെ നിസ്കാരത്തെ വിഷയത്തിൽ ഖുശൂ കാട്ടിയാര് അങ്ങനത്തെ വിശ്വാസിമാർ ഇതാ വിജയിച്ചാര്. അൻകുള്ള പ്രതിഫലമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ല ഉലൈക ഹുമുൽ വാരിസൂൻ. അങ്ങിതാ വാരിസുമാരെ തിക്റാറിലെ ഉത്ത വാരിസ് അല്ലദീന യരിസൂനൽ ഫിർദൗസ് ഹും ഫീഹാ ഖാലിദൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ല അങ്ങിതാ ഫിർദൗസ് വാരിസുമാരെ തിക്റാറെ മാത്രല്ല ഹും ഫീഹാ ഖാലിദൂൻ, അതിലങ്ങിതാ നിത്യവാസിമാരായി തിക്റാർ ശാശ്വതമായി തിക്റാർ ചെന്നൈ തിക്റാർ അല്ലാഹു തആല ചൊല്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളൊട്ടിക്ക് ചെന്ന് എന്തോ നിങ്ങ സ്വർഗ്ഗ കേൾക്കുന്നുണ്ടായെങ്കിൽ നിങ്ങൾ ചെറിയൊരു സ്വർഗ്ഗ കേൾക്കണ്ട. അല്ലാഹുവൊട്ടിക്ക് നിങ്ങൾ സ്വർഗ്ഗത്തെ കേൾക്കാറുണ്ടെങ്കിൽ ചെറിയ സ്വർഗ്ഗത്തെ നിങ്ങൾ കേൾക്കണ്ട. നിങ്ങൾ കേൾക്കുന്നുണ്ടായെങ്കിൽ ഇതാ ജന്നാത്തുൽ ഫിർദൗസിൽ കേൾക്കൂ. അത് അത്യുന്നതമായോ ഏറ്റവും സ്വർഗ്ഗത്തിൽ വെച്ച് ടോപ്പ് ലെവലുള്ള സ്വർഗ്ഗത്തിക്ക് ജന്നാത്തുൽ ഫിർദൗസ്. ആ സ്വർഗ്ഗത്തെ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിപാടിത്തണ്ട്. അപ്പൊ സഹോദരന്മാരെ, ആ സ്വർഗ്ഗം നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കുള്ള പണിയെത്രയിച്ചിക്ക് അതായിരിക്കും അല്ലാഹു ചൊല്ലത് അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. നിങ്ങൾ നിസ്കാരത്തെ വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നു ചെന്നൈത്തിക്ക് അല്ലാഹുവിനെ വഴിപാട്ടത്. അതേപോലെ സഹോദരന്മാരെ നോക്കൂ, ഇന്ന് ഇതാ ഈ ദുനിയാവിൽ വെച്ചിട്ട് ഞങ്ങൾ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ എത്ര ഫളീലത്തായിട്ട് നിസ്കാരത്തെ വിഷയത്തിൽ ചെല്ലുമ്പോഴുണ്ടെങ്കിൽ എത്ര ഹദീസിലും ഖുർആനിൽ നിന്ന് നമുക്ക് ഇത് എന്താക്കോളൂ നമുക്ക് നോക്കിയിട്ട് കാണാൻ സാധ്യമാവും. നോക്കൂ അല്ലാഹു തആല ചൊല്ലിതാ നിങ്ങൾ നിസ്കാരത്തെ ശ്രദ്ധയോടെ കൂടിയിട്ട് നിങ്ങൾ നിസ്കരിക്കാറുണ്ടെങ്കിൽ ഇതാ സ്വർഗ്ഗത്തിൽ നിങ്ങൾക്ക് അത്യുന്നതമായ സ്ഥാനത്തിക്ക് അല്ലദീന ഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ. ഇതാ നിങ്ങൾ നിസ്കാരത്തെ ദായിമാക്കാറുണ്ടെങ്കിൽ നിസ്കാരത്തിൽ നിങ്ങൾ ദായിമാക്കാറുണ്ടെങ്കിൽ വല്ലദീന ഹും അലാ സ്വലാത്തിഹിം യുഹാഫിദൂൻ. അല്ലാഹു തആല ചൊല്ലിതാ നിങ്ങൾ നിസ്കാരത്തെ വിഷയത്തിൽ നിങ്ങൾ ഇതാ ശ്രദ്ധ കൊടുക്കാറുണ്ടെങ്കിൽ അതിന്റെ വിഷയത്തിൽ നിങ്ങൾ ഇതാ ഹാഫിളാക്കാറുണ്ടെങ്കിൽ അതിന്റെ വിഷയത്തിൽ ഗൗരവത്തിൽ കാണാറുണ്ടെങ്കിൽ അല്ലാഹു ചൊല്ല ഉലൈക ഫീ ജന്നാതിൻ മുക്രമൂൻ. ഇതാ നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ വെച്ചിട്ട് അല്ലാഹു ആദരിക്കുക, ഇക്റാമാക്കുക, നിങ്ങൾക്ക് ഗൗരവമായ സ്ഥാനം കൊണ്ടിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലത് നിങ്ങൾക്ക് സാധ്യമാവും. നോക്കൂ സഹോദരന്മാരെ, നിസ്കാരത്തും ഫളീലത്തും ആ നിസ്കാരം ശ്രദ്ധയോടെ കൂടിയിട്ട് നമ്മൾ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു ബലബലോ എന്തിക്ക് നമുക്ക് സ്ഥാനമാണ് ഇതിക്ക് വെച്ചിട്ടുള്ളത്. ചെന്നൈക്ക് ഖുർആനും ഹദീസും എന്താക്കി തന്നോട് പരിപാടിക്കുന്നത്. അത് മാത്രമല്ല സഹോദരന്മാരെ, ഇത് നിസ്കരിച്ചെങ്കിൽ കിട്ടും. ഇന്ന് നിസ്കരിക്കുന്ന കാലി നിസ്കാരത്തിന് ഇത് ഭണ്ഡാറുണ്ടായെങ്കിൽ ഇതിപ്പോ നിസ്കാരത്തെ വിഷയത്തിൽ സൂക്ഷിച്ചിട്ടും നിസ്കരിക്കുന്ന വിഷയത്തിലേക്ക് ചെന്നത്
എന്തെങ്കിലും നിസ്കരിക്കുന്നുണ്ടെങ്കിൽ എന്താ കാലി നിസ്കാരത്തിന് പണ്ടാറിട്ടെങ്കിൽ അതിക്ക് പോലും പ്രതിഫലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി ഒരാൾ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ നിസ്കാരത്തിന് പള്ളിക്ക് പണ്ടിട്ടെങ്കിൽ അയാൾക്ക് സ്വർഗത്തിൽ ഇൻവൈറ്റ് ആക്കപ്പെട്ടു അയാൾക്ക് സ്വർഗത്തിൽ ബിരുദ വർക്കർ ചെന്നൈക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി മൻ ഗദാ ഇലൽ മസ്ജിദ് ഔ റാഹ അഅദ്ദല്ലാഹു ലഹു ഫിൽ ജന്നതി നുസുലാ കുല്ലമാ ഗദാ ഔ റാഹ. ആരെങ്കിലും ഒരാൾ സുബൈനത്തും അസർനത്തും നിസ്കാരത്തിൽ നടന്നിട്ട് പണ്ടാട്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സ്വർഗ്ഗത്തിൽ ബിരുദ വർക്കർ ചെന്നൈക്ക് അവർക്ക് സത്കാര്യമായിട്ട് അല്ലാഹു അവരെ സ്വീകരിക്കുക ചെന്നൈക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എന്താക്കി പടിപാട്ട്. അപ്പൊ സഹോദരന്മാരെ ഞങ്ങൾ മുട്ട ഉള്ളാട്ടെങ്കിൽ ഞങ്ങൾ നടന്നോട്ട് പണ്ടാട്ടെങ്കിൽ വലിയ പ്രതിഫലിച്ചിക്ക് ഞങ്ങൾക്ക് തണ്ടത് അല്ലാഹു നോക്കൂ. ഇന്നും നിങ്ങൾക്ക് ഇതാ 5 ഹജ്ജിനെ പ്രതിഫലിച്ചിക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് ഫർദ് നിസ്കാരത്തിന് വേണ്ടിയിട്ട് ഒരാൾ നടന്നോട്ട് പണ്ടാട്ടെങ്കിൽ 5 നിസ്കാരത്തെ പ്രതിഫലിച്ച് 5 ഹജ്ജിനെ പ്രതിഫലിച്ചിക്ക് നമുക്ക് എടുക്കും സാധ്യതയോടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത് മൻ മശാ ഇലാ മക്തൂബത്തിൻ വഹുവ മുതതഹിറുൻ കാന ലഹു കഅജ്രിൽ ഹാജിൽ മുഹ്രിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത് സുബ്ഹാനല്ലാഹ് എത്ര വലിയ പ്രതിഫലിച്ചിക്ക് ഒരാൾ നിർബന്ധമായി നിസ്കാരത്തിന് നടന്നിട്ട് പണ്ടിട്ടെങ്കിൽ ചിലപ്പോൾ ദൗത്തിലാവട്ടെ വഹുവ മുതതഹിറുൻ ശുദ്ധിയോടെ കൂടിയിട്ട് ഒഴിവാക്കിച്ച് കുളിക്കലോട് കുളിച്ചിട്ട് അങ്ങനെ ശുദ്ധിയോടെ കൂടിയിട്ട് ഒരാൾ നിസ്കാരത്തിന് നടന്നിട്ട് പണ്ടിട്ടായി പള്ളിക്ക് കാന ലഹു കഅജ്രിൽ ഹാജിൽ മുഹ്രിം ഇഹ്റാമാക്കിയോ ഒരു ഹാജിറോ പ്രതിഫലിക്കുന്നോ കിട്ടുന്നത്. ഇതെത്ര ഒരു നിസ്കാരത്തിൽ. ഇനി ഒരാൾ 5 വക്ത് ഇങ്ങനെ പണ്ടിട്ടെങ്കിൽ 5 ഹജ്ജിനെ പ്രതിഫലിക്കുന്നോ കിട്ടുന്നത് ചെന്ന് സുബ്ഹാനല്ലാഹ് എത്ര വലിയ പ്രതിഫലിക്കുന്ന കാലി എന്ത് വലിയ ഒരു ചെറിയ സ്വരം ഔത്തുല്ലിത്ത് ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ഒരു വാക്കിംഗ് ആക്കിയിട്ട് പണ്ടു ഔത്തുല്ലിത്ത് ഒഴിവാക്കിയിട്ട് ക്ലീൻ ആയിട്ട് പള്ളിക്ക് പണ്ട് നടന്നോട്ട് 5 ഹാജിർ പ്രതിഫലിക്കുന്ന കിട്ടുന്നത് ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എന്താക്കി പടിപെട്ടത്. അത് മാത്രമല്ല സഹോദരന്മാരെ 5 ടൈമിൽ നിസ്കാരത്തിന് വേണ്ടിയിട്ട് ഒരു സത്യവിശ്വാസി നടന്നോട്ട് പണ്ടാട്ടെങ്കിൽ ഇതാ അവർക്ക് പ്രതിഫലത്തെ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയ. ഇന്ന് അത് മാത്രമല്ല ഒരാൾ വന്ന് നിസ്കാരത്തിന് ടൈം കൊണ്ട് പള്ളിയിൽ വന്ന് തെച്ചെങ്കും അയാൾക്ക് നിസ്കാരത്തെ പ്രതിഫലിച്ചിട്ട് ഒരാൾ പള്ളിക്ക് വന്ന് ടൈം കൊണ്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് നിസ്കാരത്തിന് അങ്ങനെ പള്ളിക്ക് വന്ന് തെച്ചിട്ടുണ്ടെങ്കിൽ നിസ്കരിച്ചിട്ടില്ല അതില് ഫർദ് നിസ്കാരത്തിന് വെയിറ്റിംഗ് ആക്കിച്ചിട്ടെങ്കിൽ അയാൾക്കതാ ആ നിസ്കരിച്ച കൂലിച്ചിട്ട് അയാൾ കിട്ടുന്നത് ചെത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പടിപാട്ട്. فإذا دخل المسجد كان في الصلاة ما كان في الصلاة تحبسه. ആരെങ്കിലും ഒരാൾ ഇതാ നിസ്കാരത്തിന് വേണ്ടിയിട്ട് പള്ളിക്ക് വന്നോ വെയിറ്റിംഗ് ആക്കിയാട്ടെങ്കിൽ അവർക്ക് ഇതാ നിസ്കരിച്ച കൂലി കിട്ടുന്നത് ചെത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പടിപാട്ട്. അപ്പൊ നോക്കൂ സഹോദരന്മാരെ നിസ്കാരം ചെല്ലുന്നത് അതൊരു ചെറിയ വിഷയമല്ല, അതൊരു ഭയങ്കര ഗൗരവത്തിൽ കാണണയോ ഒരു ഇബാദത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാവും. ഇന്ന് നോക്കൂ ഒരാൾ ഔത്തുൽ നിസ്കരിക്കുന്നത് നാട്ടി ഒപ്പട്ടിയിട്ട് ഒത്ത നിസ്കരിക്കുന്നത് നാട്ടി അതിൽ പള്ളിക്ക് വന്ന് ജമാഅത്തോടെ കൂടി നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ഇരത്തയിൽ പട്ട അതിൽ കൂലി കിട്ടുന്നത് ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പടിപാട്ട്. ഇന്ന് നോക്കൂ എത്ര ഹദീസ് കാണാൻ സാധ്യതയോട് ഒരാൾ ഇശാ നിസ്കാരത്തിന് പണ്ടിട്ടെങ്കിൽ ഇന്നൊരാൾ സുബൈ നിസ്കാരത്തിന് പണ്ടിട്ടെങ്കിൽ അതിലുള്ള പ്രതിഫലം എത്ര വെച്ചിട്ട് ഫകഅന്നമാ ഖാമ നിസ്ഫൽ ലൈൽ. അയിദാ ഇശാ നിസ്കാരത്തിന് ഒരാൾ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ഫകഅന്നമാ ഖാമ നിസ്ഫൽ ലൈൽ അയില് ജാവത്തോ പാതി നിസ്കരിച്ച കൂലി. ഇന്ന് ഒരാൾ സുബൈ നിസ്കാരത്തിന് പണ്ടിട്ടെങ്കിൽ ഫകഅന്നമാ സല്ലൽ ലൈലി കുല്ലഹു. ഇന്ന് ഒരാൾ സുബൈ നിസ്കാരത്തിന് ജമാഅത്തിന് പണ്ടിട്ടെങ്കിൽ അയിലിതാ ഫുൾ നിസ്കരിച്ച കൂലി ചിക്കറയിൽ കിട്ടുന്നത് ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പടിപാട്ട്. സഹോദരന്മാരെ ഇത് ഒരു ചെറിയ വിഷയത്തിൽ ഞങ്ങൾ കാണുന്നതല്ല, ഇതൊരു വലിയ വിഷയത്തിൽ ഞങ്ങൾ നോക്കണെച്ചിട്ട് എത്ര ഫളീലത്തേക്ക് നിസ്കാരത്തിൽ കിട്ടുന്നത്. ഇന്ന് നോക്കൂ നമുക്ക് റബ്ബ് സംരക്ഷണ വേണം. ഈ ദുനിയാവിൽ കഷ്ടത്തിലുള്ള പ്രയാസത്തിലുള്ള റബ്ബ് സംരക്ഷണ നമുക്ക് വേണുണ്ടെങ്കിൽ മൻ സല്ല സുബ്ഹ് 6 വക്ത് സുബഹി നിസ്കരിച്ചാണെങ്കിൽ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ് അവനതാ അല്ലാഹുവിന്റെ സംരക്ഷണയിലെത്തിക്കുക. അപ്പൊ അല്ലാഹുവിന്റെ കാവൽ കിട്ടുമെങ്കിൽ ചെറിയ വിഷയമല്ല, ഭയങ്കര വലിയ
ஒரு ப்ரொடெக்ஷன் ஐச்சிக்கு அல்லாஹ் நமக்கு தந்தது. அதுக்குள்ள சொல்லுற இதுக்கு மன் ஸல்ல சுபஹ் ஆரோத்து சுபஹ் நிஸ்கரிக்கிறாட்டி ஃபஹுவ ஃபீ திம்மத்தில்லாஹ் அவனுக்கு அல்லாஹ் ப்ரொடெக்ஷன் ஐச்சி. இந்த சகோதரமாரே നിങ്ങൾക്ക് സ്വർഗ്ഗമേനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലെ മൻ സല്ലൽ ബർദൈൻ ദഖലൽ ജന്ന ആർ ഒരാൾ ഇതാ ജന്ന നിസ്കാരത്തെ സൂക്ഷിക്കാണ്ടായെങ്കിൽ ദഖലൽ ജന്ന അവൻ സ്വർഗ്ഗത്തിൽ പോകണം. അപ്പൊ ജന്ന നിസ്കാരം ചെല്ലുമ്പോഴത്തേക്ക് ആ ബാക്കി മൂന്ന് വിടുന്നത് അങ്ങനെയുള്ള ഉദ്ദേശം. ഈ ജന്ന നിസ്കാരത്തിന് നല്ല ഇമ്പോർട്ടന്റ് ഉണ്ട്. ചെന്നൈക്ക് അത് ചമ്മനങ്ങളിൽ മിസ്സാവുന്ന നിസ്കാരം ചിക്കറ് അത് കേട്ടിട്ട് ഹദീസിൽ ചെന്നോ മൻ സല്ലൽ ബർദൈൻ ജന്ന നിസ്കാരത്തെ സൂക്ഷിക്കാണ്ടായെങ്കിൽ ദഖലൽ ജന്ന സ്വർഗ്ഗത്തിൽ പ്രവേശിക്കണം. അതേ കേട്ടിട്ട് ഒന്ന് അസ്സുബഹ് പിന്നൊന്ന് അൽ അസ്ർ. ഇത് ചമ്മനക്ക് മിസ്സാവും. ഇത് ചമ്മ മിസ്സാവും. സുബൈ ചെല്ലുമ്പോഴത്തേക്ക് ഞങ്ങൾ ജാവുകാരെ കേട്ടിക്ക എന്താ സുബൈ മിസ്സാവും ചാൻസ് ചമ്മ തയ്യാറാ. അതേപോലെ ഉച്ചനേരത്തും എന്താ ഞങ്ങൾ ചില ആളുകൾ ഉറങ്ങുകയാണ്. അപ്പൊ അസർ ആ ഒരു വർക്ക് ഉച്ചര വർക്ക് ചെല്ലത് ചിലപ്പോൾ അസർ നിസ്കാരത്തിന് എന്താ തടസ്സമാണ്. അത് കേട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നു ഈ ജന്ന നിസ്കാരം ആരോട് നിസ്കരിക്കാണ്ടായെങ്കിൽ അവൻ എന്തുണ്ട് അവനെ സൂക്ഷിക്കാണ്ടായെങ്കിൽ അവൻ സ്വർഗ്ഗത്തിലോട്ടായിരിക്കും. ഇന്ന് നമ്മൾ ആരോട് അസർ നിസ്കാരത്തെ വിടാനുണ്ടായെങ്കിൽ അവന്റെ സർവ്വ അമലും ബാത്തിലായി പോണ്ട്. അപ്പൊ നമുക്ക് അസർ നിസ്കാരത്തിന് പ്രത്യേകമായി എടുത്തു ചെന്നത് ഹദീസ് മൻ തറക്കൽ അസ്രി ഫഖദ ഹബിത അമലു ആരോട് അസർ നിസ്കാരം വിടാനുണ്ടായെങ്കിൽ ഫഖദ ഹബിത അമലു അവന്റെ അമലെല്ലാം എന്താവും ബാത്തിലായി പോണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാണ്. അപ്പൊ നമുക്ക് ഹദീസിൽ വന്നതായിട്ട് ഇശാ നിസ്കാരത്തിന് ചമ്മ മാത്രമുണ്ട്. അതേപോലെ സുബൈ നിസ്കാരത്തിന് മാത്രമുണ്ട്. അതേപോലെ അസർ നിസ്കാരത്തിന് മാത്രം. ഏറ്റവും ബച്ചൽച്ചത്തെ ഏറ്റവും ആൾമാർ മുനാഫിക്കുമാർക്ക് ബച്ചൽച്ചന്റെ നിസ്കാരം ചെല്ലതായിട്ട് അത് ഇശാ നിസ്കാരം സുബൈ നിസ്കാരമായിട്ട് അപ്പൊ ആ നിസ്കാരത്തോ ചമ്മ ബച്ചലായിട്ട് അങ്ങനെ എന്താക്കുന്നത് കാണ്ടാറ് ചെത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാണ്. എന്റെ സഹോദരന്മാരെ നരകത്തിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷണ വേണ. നരകത്തിൽ നിന്ന് ഞങ്ങൾ രക്ഷണ വന്നോന ലൻ യൽജന്നാർ അഹദുൻ സല്ലൽ ഖബ്ല തുലൂഇ ശംസ് വഖബ്ല ഗുറൂബിഹാ. നരകത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷണ വേണുണ്ടായെങ്കിൽ ഇതാ തുലൂഇ ശംസ് സൂര്യ ഉദയിക്കുന്നതിന് മുതലും വഖബ്ല ഗുറൂബിഹാ സൂര്യ ഉദയിച്ച പിന്നത്തുള്ള നിസ്കാരത്തെ വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കോളുണ്ടായിട്ട് എന്താക്കല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാണ്. അപ്പൊ സൂര്യ ഉദയിക്കുന്നതിന് മുതലും സൂര്യ ഉദയിച്ച പിന്നം നമുക്ക് നിസ്കാരമുണ്ട്. ആ ഫർദായ നിസ്കാരത്തെ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കാണ്ടായെങ്കിൽ നമുക്കിതാ ഈ ദുനിയാവിലും അല്ലാഹുവിന്റെ സംരക്ഷണ നാളെ ആഖിറത്തിൽ എത്തിയേക്കും. നമുക്ക് സംരക്ഷണ ആഖിറത്തിൽ നിന്ന് എത്തിയാണ്ടായെങ്കിൽ അല്ലാഹു അവിടെ വലിയ പ്രതിഫലമായിട്ട് നമുക്ക് വെച്ചിട്ടുള്ളത്. അപ്പൊ ഇന്ന് നോക്കൂ നിസ്കാരത്തിൽ നിന്ന് നമുക്ക് നല്ല തപ്പ് പോലും മാഫായിട്ട് കിട്ടും. അപ്പൊ നോക്കൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാരോട് കേൾക്കുക നിങ്ങൾ ഉത്തര എതിരുള്ള ഒരു കൊല കൊണ്ടിട്ട് വിചാരിക്കാം അല്ലെ നിങ്ങൾ ഉത്തര ഒരു കൊല ഉണ്ട്. ആ കൊലയിൽ നിങ്ങൾ എന്താക്കാറ് 5 നേരം കുളിക്കാറ്. ഒരു നേരമല്ല 5 നേരം നിങ്ങൾ കുളിച്ചോണ്ടുള്ളാറ്. ഓരോ വക്ത് നിങ്ങൾ കുളിക്കാറുണ്ടായെങ്കിൽ ഇതാ നിങ്ങളെ തടിയിൽ എന്തായെങ്കിലും ഒരു ചേറ് മണ്ണ് കല എന്തായെങ്കിലും ഒലിര ചെന്ന് കേട്ടപ്പ സ്വഹാബിമാർ ചെല്ലത് ലാ യാ റസൂലല്ലാഹ് ഇല്ല നബിയെ ഒലിയില്ല. അങ്ങനെ ഉണ്ടായെങ്കിൽ ഇതാ നിങ്ങൾ 5 നേരത്തെ നിസ്കരിക്കാറുണ്ടായെങ്കിൽ നിങ്ങളെ കയ്യിൽ ബന്ധം പോയത് ആ തപ്പറെല്ലാം അല്ലാഹു നിങ്ങൾക്ക് മാഫാക്കി തണ്ടാ ചെന്നേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാർക്ക് ചെന്ന് കൊടുക്കും. അപ്പൊ 5 നേരത്തെ നിസ്കാരം ചെല്ലത് ഞങ്ങൾക്ക് തപ്പ് എന്താക്കര് മാഫാക്കി തണ്ടതായിട്ട് നോക്കൂ. ഹദീസിലെല്ലാം കാണ്ട് ഒരാൾ നിസ്കരിക്കുക സ്റ്റാർട്ട് ആവാറുണ്ടായെങ്കിൽ അവന്റെ ദോഷിത അവന്റെ തല എത്ര തോലിക്കര് അതാ സുജൂദ് ആക്രാണ്ടായി റുക്കു ആക്രാണ്ടായെങ്കിൽ അവന്റെ എല്ലാം ദോഷം ഇങ്ങനെ ഇതാ ബൂന്ന് പോണ്ടു. അപ്പൊ നിസ്കാരത്തുള്ള ഫദീലത്തും നിസ്കാരത്തുള്ള ശ്രേഷ്ഠതയായിട്ട് ഇന്ന് ഒരാൾ നിസ്കരിക്കുന്നത് കേന്ദ്രങ്ങളെ ശ്രദ്ധിക്കണു. അവന് കറക്റ്റ് ഒതുവാക്കണു. അതേപോലെ വക്ത് അവന് അറ്റൻഡ് ആക്കണു. അതേപോലെ റുകുവും സുജൂദും ഖുശൂഉം ഇതിലെല്ലാം ഒരാൾ കറക്റ്റ് ആക്കി നിസ്കരിക്കുന്നുണ്ടായെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു കാന ലഹു ഇൻദല്ലാഹി അഹദുൻ അൻ യഗ്ഫിറ ലഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പുറത്തു കൊടുക്കുന്നു. അല്ലാഹു അവർക്ക് അവന്റെ തപ്പുറ പുറത്തു കൊടുക്കുന്നു. മാത്രം കണ്ടീഷൻ എന്തിലേക്ക് അഹ്സനൽ വുദു ക്ലീൻ ആക്കിയിട്ട് കറക്റ്റ് വുദു ആക്കി
അതേപോലെ സുജൂദും റുകൂഉം അതേപോലെ അതിലുള്ള വഖ്തും അതേപോലെ ഖുശൂഉം ഇതെല്ലാം ശ്രദ്ധിച്ചിട്ടായെങ്കിൽ അവന്റെ ദോഷം അവർക്ക് മാഫാക്കി കൊടുക്കും. നോക്കൊരു സഹോദരന്മാരെ എവിടത്തോളം അവർക്ക് മാഫാക്കി കൊടുക്കുന്നുണ്ടായെങ്കിൽ ഒരു മനുഷ്യ 5 നേരത്തെ നിസ്കരിക്കാണ്ടായെങ്കിൽ അവന്റെ ദോഷത്തെ മാഫാക്കി കൊടുക്കുക. എങ്ങനെ ചെത്ത് മരത്തിൽ നിന്ന് ഇല എങ്ങനെ കീഴ്പോണ്ട, ഒരു മരത്തിൽ നിന്ന് ഇല എങ്ങനെ കീഴ്പോണ്ട, അതുപോലെ അവന്റെ ദോഷം ഒന്നൊന്നായിട്ട് കൊഴിഞ്ഞിട്ട് മൂന്നിട്ടു പോണ്ടു ചെന്ന് പടിപാട്ട്. അപ്പൊ സഹോദരന്മാരെ ഈ നിസ്കാരത്തിൽ ഇത്ര ഒരു ഫദീലത്ത്, ഈ നിസ്കാരത്തിൽ ഇത്ര ഒരു ശ്രേഷ്ഠത കിട്ടുമല്ലോ കാരണം ഇത്രയ്ക്ക് അതേ നമ്മൾ മനസ്സിലാക്കാനായത് ഈ നിസ്കാര ചെല്ലത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവನು ഈ ഭൂമിയിൽ വെച്ചിട്ട് അല്ല ഇതിലെന്താക്കിയോ നാസിലാക്കിയോ. എല്ലാ ഇബാദത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് നാസിലാക്കിയത്. ആയെങ്കിൽ നിസ്കാര ചെല്ലത് അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശ ലോകത്തേക്ക് വെച്ചിട്ടേക്ക് സ്പെഷ്യൽ ഗിഫ്റ്റ് ആക്കി കൊടുത്തതേക്ക് നിസ്കാരം. അപ്പൊ 50 വക്ത നിസ്കാരം കൊടുത്തിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കൊറോഡിയാക്ക് മൂസ അലൈഹിസ്സലാം ഇത്തിക്ക് കിട്ടത് ഞങ്ങളെല്ലാം ಗೊತ್ತಿನ ചരിത്ര ഇത്തിക്ക് അങ്ങനെ 5 വക്ത നിസ്കാരം ഇത്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത 45 വക്ത എന്താക്കി അല്ലാഹു കട്ടാക്കി. അപ്പൊ അല്ലാഹുവിന്റെ റഹ്മത്തും കാരുണ്യം ഞങ്ങൾ നോക്കും. 45 വക്ത അല്ലാഹു കട്ടാക്കിയിട്ടു അല്ലാഹു നിസ്കാരത്തെ പ്രതിഫലത്തെ കട്ടാക്കിയിട്ടില്ല. 5 നേരത്തെ ഒരു മനുഷ്യൻ നിസ്കരിക്കാണ്ടെങ്കിൽ അവൻ 50 എന്തോ ആ നിസ്കരിച്ച കൂലി ഏറ്റിക്ക്. ഓരോ നിസ്കാരത്തിന് 10 കൂലി ഏറ്റിക്ക് അവൻ കൊടുക്കണേ അല്ലാഹു കൊടുക്കുന്നത്. അയക്ക് അല്ലാഹു ആ ഒരു കൂലി എന്താക്കിയിട്ടില്ല, അല്ലാഹു കട്ടാക്കിയിട്ടില്ല. മാത്ര നിസ്കാരത്തെ അല്ലാഹു എന്താക്കിയ കട്ടാക്കി കൊടുത്ത. അപ്പൊ നോക്കൂ 50 വക്ത ഇന്ന നിസ്കാരത്തോ ചുരുക്കിട്ട് അല്ലാഹു 5 വക്ത ആക്കി കൊടുത്ത. അയക്ക് ಅದರ പ്രതിഫലത്തെ അല്ലാഹു എന്താക്കിയിട്ടില്ല, ചുരുക്കിയിട്ടില്ല. നമുക്ക് ഹദീസിലെല്ലാം കാണാൻ സാധ്യവും. അപ്പൊ അതുകൊണ്ട് സഹോദരന്മാരെ ആ വിഷയത്തിൽ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുന്നു. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. الله سبحانه وتعالى പേടിച്ച് ജീവിക്കാൻ ചുറ്റും എന്നൊക്കെ കൊടുത്ത് വസിയത്താക്കിയിട്ടില്ല. അല്ലാഹു അതുക്കുള്ള തൗഫീഖ് നിങ്ങൾക്ക് എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇന്ന് നിസ്കരിച്ചാൽ പിന്നെ ഞങ്ങൾ മനസ്സിലാക്കാനായോ ചെറിയൊരു വിഷയത്തിക്ക് ഫർദ് നിസ്കാരത്തിൽ പിന്നെ ഞങ്ങളതിൽ ചെമ്മത്താന്മാർ എന്തായിത്തിക്ക് ചില അർജന്റ് ആയിത്തിക്ക്. അതെങ്ങനെ ആയിത്തിക്ക് അർജന്റ്? അത് ഇബ്ലീസ് ഞങ്ങൾ പള്ളിയിലേക്ക് കൂടില്ല. 10 പേരെങ്കിൽ എത്ര പേരെ ഞങ്ങൾക്ക് എന്താക്കുക ടൈം തണ്ട പള്ളിയിൽ തെളിച്ചിട്ട് തസ്ബീഹ് എടുക്കുമ്പോൾ ഇബ്ലീസ് ഞങ്ങൾ സമ്മതിക്കില്ല. നോക്കൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു ഒരാളെ നിസ്കരിച്ചിട്ട് അതേ ജാഗത്തിൽ ദൈക്കിട്ടായെങ്കിൽ മലക്കുമാരുടെ എല്ലാ പ്രാർത്ഥന കിട്ടുക. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു. അല്ലാഹുവേ ഈ വ്യക്തിക്ക് നീ പുറത്തു കൊടു, ഈ വ്യക്തിയുടെ മേലെ നീ റഹം കാട്ട്. ആരായിട്ടിക്കോ മനുഷ്യ കൂട്ടത്തിലുള്ള ആൾമാരല്ല പ്രാർത്ഥനയാക്കലോ, മലക്കുമാറായിട്ടിക്കൽ പ്രാർത്ഥനയാക്കൽ മാത്രം സ്വരേന്ദ്രയിട്ടിക്കൽ നിസ്കരിച്ചിട്ട് അതേ ജാഗത്തിൽ ദൈവമായിട്ട്. അപ്പൊ ഓരോ പോടത്തോളം ഒരു മനുഷ്യ ദൈവണ്ടായെങ്കിൽ അവൻ എന്തിനോട് ഈ ഒരു മലക്കുമാർ പ്രാർത്ഥനയോട് കിട്ടുന്നതിക്കൽ ഹദീസിലൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇനി നോക്കൂ ഫർദ് നിസ്കരിച്ചിട്ടാൽ പിന്നെ ഞങ്ങൾ ആക്കോനായ ചെറിയൊരു സ്വരയിട്ടിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി من سبح الله 33 وحمد الله 33 وكبر الله 33 فتلك 99 وقال تمام 100 لا إله إلا الله غفرت خطايا وإن كانت مثل زبد البحر. نسأل الله عليه وسلم ആരായി കൊടുത്ത മൻ സബ്ബഹ 33 ആരായി കൊടുത്ത 33 വട്ട സുബ്ഹാനല്ലാഹ് ചൊല്ലാനാണെങ്കിൽ വഹമിദല്ലാഹു 33 ഇന്നാരായി കൊടുത്ത ഹംദ് 33 വട്ട ചൊല്ല
33 ഈ 3 തസ്ബീഹുകൾ ഒരാൾ ചൊല്ലിട്ടെങ്കിൽ ഫതിൽക തിസ്അതുഹു വതിസ്ഊന അങ്ങനെ 99 വട്ട ഇതിൽ ചൊല്ലാനിട്ടെങ്കിൽ വഖാല തമാമ മിഅത്തിൻ ലാസ്റ്റ് കൗണ്ട് എൻഡാക്കുക വേണ്ടിയിട്ട് 100 വേണ്ടിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ ഒരു കലിമത്ത് റൗണ്ട് ചൊല്ലാനിട്ടെങ്കിൽ ഗുഫിറത് ഖതായ ഉണ്ട് ദോഷത്തെ അല്ലാഹു മാഫാക്കർ വഇൻ കാനത് മിത്ല ദബദിൽ ബഹർ അത് കടലിന്റെ സെരത്രയെങ്കും സമ ഞങ്ങളെല്ലാവരും കടലിന്റെ സെരങ്ങളുണ്ട് നോക്കില്ല അത്ര റൗണ്ട് ദോഷിനെങ്കും സമ അല്ലാഹു എന്താക്കറ അവർക്ക് മാഫാക്കി കൊടുക്കുക ചെത്തേക്ക് നിമിഷം ചൊല്ലി നോക്കൂ സഹോദരന്മാരെ ഞങ്ങളുടെ ജീവിതത്തിൽ ನನ್ನ ಜೀವನತ್ಲಾವಟ್ಟು ನಿಗಳ ಜೀವನತ್ಲಾವಟ್ಟು ಎತ್ತರಮ ತಪ್ಪು ಬಂದಿಕ್ಕು ನಂಗ ಮನುಷ್ಯ ಸೃಷ್ಟಿ ಐತಿಕ್ರ ಅಪ್ಪ ಆ ಎಲ್ಲ ತಪ್ಪರು ಕೂಡ ಚೆಲ್ಲ ಉದ್ದೇಶ ತಪ್ಪು ಚೆಲ್ಲದ ಉದ್ದೇಶ ಇಟ್ಟಿಕ್ರಿ ചെറിയ ദോഷ മാത്രം ഏറ്റവും വലിയ ദോഷ സബഉൽ മൂബിഖാത്തിൽ പെട്ട ദോഷയുടെ മാഫാക്കി കിട്ടിയിട്ടല്ല ഉദ്ദേശം ശിർക്ക് പോലത്തോ അതേപോലെ ഖതലുൻ നഫ്സ് മനുഷ്യർ കൊല്ലുന്നതും അതേപോലെ ആഖിലു റിബ ബഡ്ഡി തിന്നുന്നതും ഇങ്ങനത്തെ ദോഷം അല്ല അവിടെ ഉദ്ദേശിക്കുന്നു ഞങ്ങൾക്ക് ചെറിയ ദോഷമായിരിക്കും കൈ കൊണ്ടെത്തും ബായി കൊണ്ടെത്തും മനസ്സുകൊണ്ടെത്തും കണ്ണുകൊണ്ടെത്തും ഞങ്ങൾ ഇടീ തടി കൊണ്ടെത്തും ചെറിയ ദോഷമായിട്ട് കൊണ്ടു അതുക്കുള്ള പരിഹാരം എന്ന രീതിക്ക് ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നിട്ടുണ്ട് ഞങ്ങൾ നിസ്കരിക്കും കണ്ടാട്ടെങ്കിൽ അതിലുള്ള തപ്പ് മാഫ് പള്ളിക്ക് വന്ന് തേക്കിറാണ്ടെങ്കിൽ അതിലും പ്രതിഫലം നടന്നോട്ട് കണ്ടാട്ടെങ്കിൽ അതിലും പ്രതിഫലം നിസ്കരിക്കാണ്ടെങ്കിൽ അതും പ്രതിഫലം തസ്ബീഹ് ചൊല്ലാണ്ടെങ്കിൽ അതും പ്രതിഫലം എത്ര പ്രതിഫലത്തോ കൂമ്പാറൈറ്റിക്ക് ഞങ്ങൾക്ക് ഹദീസിൽ പടിപെടുത്തുന്നത് അപ്പൊ സഹോദരന്മാരെ ഇതിക്ക് എന്തും ഞങ്ങൾ എന്താക്കില്ല വലിയ ചെലവ് കൊടുക്കണ അല്ലെങ്കിൽ വലിയ ഇൻവെസ്റ്റ് ആക്കണ അങ്ങനത്തൊന്നും എന്തുമില്ല ഞങ്ങൾ ഒരു ചെറിയ സ്വറാക്കിട്ട് ഞങ്ങൾ വന്നേ ഇന്ന് ജുമാഅത്തെ വിഷയത്തിൽ ചെല്ലുമ്പോൾ ചെത്ത് അതിന്റെ വിഷയത്തിലും ഹദീസും ഖുർആനും ചെല്ലും يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع جمعة كلمة വെച്ചിട്ടായി ഓടിയിട്ട് വരും മാത്രം എന്താ കറോ വദറുൽ ബൈഅ നിങ്ങൾ കച്ചവടത്തിലേക്ക് സൈഡ് വെക്കൂ ആ സന്ദർഭത്തിൽ എന്താക്കണ്ട കച്ചവടക്കണ്ട ആ സന്ദർഭത്തിൽ നിങ്ങൾ എന്ത് വഴിപാടിനെങ്കോ എല്ലാം പച്ച സൈഡ് വെച്ചിട്ട് അല്ലാഹു ബിലിവിങ് എന്താ കറോ എത്ര വേഗം ബറൂട്ട് വെച്ചിട്ട് അല്ലാഹു നമുക്ക് ഖുർആനിൽ താക്കീതാക്കി അപ്പോൾ അങ്ങനെ വേഗം ഉണ്ടാട്ടായി ഒരാൾ വേഗം വന്ന് ദിക്റിട്ടായി എത്ര വലിയ പ്രതിഫലം ചിക്ര അതിൽ കൊടുത്തത് ജുമാഅത്ത് പ്രത്യേകമായിട്ട് ഒരാൾ ഏറ്റവും ഫസ്റ്റ് വന്ന് ദിക്റിന്റെ വേഗം വന്ന് ദിക്റിട്ടായി ഒറ്റടുത്ത കൂലി ചിക്ര അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം എന്ത് ചിക്ര ഞങ്ങളുടെ ജീവിതത്തിൽ ആക്കണായി ചെറിയ സ്വലായി ചിക്ര ഞങ്ങൾ എന്താക്കിയിട്ടുള്ള ഇബ്ലീസ് വസ്വാസിൽ നിന്ന് അതിൽ തപ്പിപ്പോയിട്ടുള്ള അപ്പോൾ അതുകൊണ്ട് ആ വിഷയത്തിൽ ഓരോരുത്തരും ജാഗ്രത ആക്കണം അതേപോലെ ഇന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്ന മുഹറം ചെല്ല തിങ്കൾ മുഹറമുക്ക് പ്രത്യേകത ഉണ്ട് ശ്രേഷ്ഠത ഉണ്ട് ചെത്ത് ഞങ്ങൾ എല്ലാവരും മനസ്സിലാക്കി നീത്തിക്കണം അപ്പൊ ഈ മുഹറമറോ വലിയ 10 ജണ്ട് നോമ്പ് ഇത് ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പൈത്തിക്ക് ചെത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കി ഹദീസിൽ നമുക്ക് പടിവാട്ടി തന്നു അപ്പോൾ അതുകൊണ്ട് ആ നോമ്പ് ഇൻഷാ അല്ലാഹ് നാലും അതേപോലെ നാലക്കലി ചിക്കർ അതിലോ പിടിക്കും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കൊണ്ടേക്കും ഈ ഒരു സന്ദർഭത്തിൽ നടപ്പാക്കിയാലുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളിൽ ബന്ധുപോയ ഞങ്ങളുടെ ജീവിതത്തിൽ ബന്ധുപോയത് ചെറിയ വലിയ എന്നുള്ള തപ്പുണ്ട് ആ എല്ലാ തപ്പും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മാഫാക്കി തരട്ടെ അതേപോലെ ഞങ്ങളുടെ കൂട്ടത്തിൽ എത്ര മഹാന്മാരുടെ മർജിദ് ഖബറിലേക്കുള്ള അങ്ങളോ ഖബർ അല്ലാഹുവേ നീ വിശാലമാക്കി കൊടു അങ്ങനെ എല്ലാ തപ്പും നീ മാഫാക്കി കൊടു ഞങ്ങളും നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടും അതേപോലെ ഞങ്ങളുടെ കൂട്ടത്തിൽ എത്ര മഹാന്മാർ രോഗിയും ഹോസ്പിറ്റലിലും ഔത്തും കന്നി കൂടിയുള്ള അല്ലാഹുവേ നീ ഷാഫി ദിക്രം അല്ലാഹുവേ ഞങ്ങളുടെ രോഗത്തോ എത്ര വേഗം അല്ലാഹുവേ നീ ശിഫാക്കി കൊടു അതേപോലെ ഞങ്ങളുടെ കൂട്ടത്തിൽ എത്ര മഹാന്മാർ കടത്തിലും കഷ്ടത്തിലും ജീവിതത്തിൽ പ്രയാസത്തിലുള്ള അല്ലാഹുവേ ഞങ്ങളുടെ കഷ്ടത്തും പ്രയാസത്തും അല്ലാഹുവേ ദൂരീകരിച്ചു കൊടു ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم توفنا مسلمين والحقنا بالصالحين الحمد لله رب العالمين وأقم الصلاة